ഞങ്ങളുടെ നാട്ടിലെ ഒരു പ്രധാന വിശേഷമാണെന്ന് ഇടുക്കി ജില്ലയിലെ കൊന്നത്തടി വാത്തുക്കുടി പഞ്ചായത്തുകളുടെ അതിർത്തിയായ ചിന്നാർപ്പുഴയുടെ സമീപത്ത് ചിന്നാർപ്പുഴ ഓരത്ത് ആദിവാസി വിഭാഗമായ മന്നാൻ വിഭാഗം ഇവരുടെ ഒരു വിശേഷ ആയിട്ട് ആചരിക്കുകയാണ്. മന്നാക്കൂത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന ആദിവാസി വിശേഷമാണെന്ന്, ആദിവാസി കൂത്താണെന്ന്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പല നാടുകളിൽ നിന്ന് ആൾക്കാരിൽ നിന്ന് ഒന്നിച്ചു കൂടിയ മേഖലാഘോഷവും അതിൻ്റെ ഒരുക്കങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. ഇന്ന് വൈകിട്ട് നാളെയൊക്കെ ആയിട്ട് ഇന്ന് വൈകിട്ടും രാത്രിയിലും നാളെ രാവിലെ കൊണ്ട് പരിപാടികളെല്ലാം തിരിയും. പൊങ്കാലയും എല്ലാ പരിപാടികളും ഉണ്ട്. ഇത് വർഷങ്ങളായിട്ട് ഏകദേശം ഒരു 60 വർഷത്തിന് മുകളിലായെന്ന് തോന്നുന്നു ഇവിടെ ഇങ്ങനെ തുടങ്ങുന്നതായിട്ട്. വർഷങ്ങൾക്ക് മുകളിലോട്ട് കാണുന്നതാണ്. ഏതായാലും ഇത് നന്നായിട്ട് നടന്നു വന്ന് എല്ലാ വർഷവും ഒന്നിച്ച് പല വിഭാഗങ്ങളും പല നാട്ടിൽ നിന്നുള്ള ആൾക്കാർ വരുന്നുണ്ട്. വന്ന് വളരെ സമാധാനപരമായിട്ട് എല്ലാം ആഘോഷങ്ങളെല്ലാം നടത്തി ഇവരുടെ നേതാക്കന്മാരൊക്കെ വരും. ഇവരെല്ലാം വന്ന് കൂടി കണ്ട് എല്ലാവരും വന്ന് പോവുകയാണ്. ഇപ്പം എല്ലാ നാട്ടിലും ഇവരുടെ എല്ലാ ഊരുകളിലും എല്ലാ നാടുകളിലും ഇവരുടെ കൂരുകളെന്നാണ് പറയുന്നത്. എല്ലാ ഊരുകളിലും ഇവരുടെ ഇപ്പോൾ ആഘോഷം നടക്കുകയാണ്. മന്നാക്കൂത്തെന്ന് പറയുന്ന അവരുടെ ആ ഉത്സവം നടക്കുകയാണ്. ഇന്നിപ്പോൾ ഞങ്ങളുടെ നാട്ടിലാണ്. ഞങ്ങളുടെ നാട്ടിൽ എന്ന് പറയുമ്പോൾ പെരിഞ്ഞാകുട്ടി ആണ്. ഇടുക്കി ജില്ലയിലെ വാത്തുക്കുടി പഞ്ചായത്തിലെ പെരിഞ്ഞാകുട്ടി. അത് രണ്ടിനോട് ചേരുന്ന വാത്തുക്കുടി പഞ്ചായത്തിൻ്റെയും കൊന്നക്കുടി പഞ്ചായത്തിൻ്റെ ഇടയ്ക്കുള്ള പുഴയോരത്താണ് ഇവരുടെ ഒരു അമ്പലമൊക്കെ ഉള്ളത്. ഒരു പ്രശ്നം വെച്ചാൽ ഇവർ വർഷങ്ങളായിട്ട് ഓരോ വർഷം ഈ അമ്പലം കെട്ടേണ്ട ഒരവസ്ഥയാണ്. പ്രളയം ഉണ്ടാകുമ്പോൾ ഇവരുടെ അമ്പലം അങ്ങനെ നശിച്ചു. അപ്പോൾ അതുകൊണ്ടത് കയറ്റി ഫോറസ്റ്റിലേക്കോ ഏതെങ്കിലും സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് മാറ്റി ഒന്ന് കൊടുക്കണം. ഒരു അമ്പലം വെക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുക്കണം എന്നാണ് ഇവർ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നത്. ഇത് ആഘോഷത്തിന് കാരണം ഓരോ വർഷം പ്രളയം വലിയ പ്രളയം ഉണ്ടാവും. പ്രളയം ഉണ്ടാകുമ്പോൾ നമ്മുടെ വലിയ പാലങ്ങളും എല്ലാം തകർന്നു പോകും. അപ്പോൾ അതിഭയങ്കരമായ നഷ്ടങ്ങൾ വരുന്ന സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ തന്നെ ആറ്റിൻ്റെ നടുക്കാണ്, വെള്ളമായിട്ട് ചേർന്നാണ് ഇരിക്കുന്നത്. എന്തുകൊണ്ടാണ് കാറ്റിൽ നിന്ന് കയറ്റി വെക്കാൻ പറ്റാത്തതെന്ന് അറിയില്ല. ആറ്റിലേക്ക് കുറച്ചുകൂടെ കയറ്റി വെക്കാമായിരുന്നു എന്നൊക്കെ, അതെന്നാന്ന് അറിയില്ല. ഏതാണ്ട് ഒരു പുഴയുടെ നടുക്കായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അതൊന്ന് കയറ്റി വെച്ച് കൊടുക്കാനുള്ള സംവിധാനം എല്ലാവരുടെ കൂടി നേതാക്കന്മാരും അധികാരികളും എല്ലാവരും കൂടി ഒന്ന് ചെയ്തു കൊടുക്കണമെന്നുള്ളതാണ് അവരുടെ ആവശ്യം. അതോടൊപ്പം നമ്മൾ നാട്ടുകാരും അതിനോട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം അവർക്കൊരു ആഘോഷം നടത്താനായിട്ട് പ്രളയം നമ്മൾ കാണുന്നതാണ്. എല്ലാ വർഷവും നമ്മൾ അതിൻ്റെ പ്രളയത്തിൻ്റെ ഭീകരത കാണുന്നതാണ്. കഷ്ടപ്പാടുകളും നമ്മൾ കാണുന്നതാണ്. അധികാരികൾ നന്നായിട്ട് ഒന്ന് സഹകരിക്കണമെന്ന് ഞാനും അഭ്യർത്ഥിക്കുകയാണ്. ഏതായാലും ഈ വിശേഷങ്ങളുടെ കാഴ്ചകൾ കൂടുതൽ കാഴ്ചകൾ തൊട്ട് വരുന്നുണ്ടാവും. എല്ലാവർക്കും അത് കാണാൻ പറ്റും. ഇന്നത്തെ ഇപ്പോഴത്തെ സ്റ്റാർട്ടിങ് എല്ലാവരും വന്ന് കൂടുന്നേ ഉള്ളൂ. ആൾക്കാർക്ക് വന്ന് കൂടി അതിൻ്റെ ടെലിയാണ് സംവിധാനം അടിക്കാനും ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ നോക്കുന്നേ ഉള്ളൂ. വൈകുന്നേരം ആകുമ്പോഴത്തേനും അത് ഭയങ്കര ജനമാവും. ഉള്ള സംവിധാനങ്ങളാണ്. ഏതായാലും വീഡിയോ ഒക്കെ ഒന്ന് കാണുക, എല്ലാവരും ഒന്ന് കാണുക. തീർച്ചയായിട്ട് ഈ അമ്പലം സപ്പോർട്ട് ചെയ്യുക. മാറി തരുന്ന സർക്കാരിലേക്ക് ഞങ്ങൾ പലപ്പോഴും ഞങ്ങൾ അപേക്ഷകളും അതേപോലെ ഞങ്ങൾ കൊടുക്കാറുണ്ട്. പക്ഷേ ഫോറസ്റ്റുകാർ പറയുന്നത് മേലുദ്യോഗസ്ഥന്മാരെ കണ്ട് കാര്യങ്ങൾ ശരിയാക്കാനാണ് ഫോറസ്റ്റുകാർ പറയുന്നത്. ഈ വെള്ളം വരുമ്പോൾ മൊത്തത്തിൽ ഈ അമ്പലം മൊത്തം മൂടി പോകണം. അപ്പം ഞങ്ങൾ ഇതിനെക്കുറിച്ച് പലപ്പോഴും ഞങ്ങൾ പരാതികൾ പറയാറുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഈ അമ്പലം ഒന്ന് മാറ്റി വെള്ളം കയറ്റി തരണമെന്ന് ഞങ്ങൾ കേന്ദ്ര സർക്കാരിനോട് ഞങ്ങൾ പറയാറുണ്ട്. പക്ഷെ അപേക്ഷ ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ ശരിയാക്കി തരുമെന്നും ഫോറസ്റ്റുകാർ പറയാനുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ ഫോറസ്റ്റുകാർ പറയുന്നത്. പല കാലങ്ങളിൽ തൊട്ടാണ് ഈ കാലാകാലങ്ങൾ തൊട്ട് ഞങ്ങളിത് ക്ഷേത്രം ഞങ്ങൾ ഒരു 10-20-30 വർഷം 40 വർഷം അടുക്കാരെ. എന്നിട്ടും ഞങ്ങൾക്ക് ഇതുവരായിട്ട് ഒരു 10-20 സെന്റ് സ്ഥലം സർക്കാരിൽ നിന്ന് ലഭിക്കുന്നില്ലെന്നാണ് യഥാർത്ഥം. കാരണം വെള്ളം വന്നു കഴിഞ്ഞാൽ ഈ മൂടി പോകണം അമ്പലം. അപ്പോൾ ഇതൊന്ന് കരകയറ്റാനാണ് ഞങ്ങളുടെ താല്പര്യം. അപ്പോൾ സർക്കാർ ഇതിനെക്കുറിച്ച് തുനിഞ്ഞു കഴിഞ്ഞാൽ എത്ര ഞങ്ങൾക്കൊരു ഉപകാരം ആയിരിക്കും എന്നാണ് ഞാൻ പറയാനുള്ളത്.